നമസ്കാരം. മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടതാര ജോഡികൾ തന്നെയാണ് സായ്കുമാറും ബിന്ദു പണിക്കരും. അടുത്തിടെ ഒരു വീഡിയോ വൈറലായതോടെ ഇരുവർക്കും താരദമ്പതികൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ആകെ അവശരായ താരങ്ങളെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സുഖമാകട്ടെ എന്നൊക്കെ ആരാധകർ പ്രാർത്ഥനയോടെയും രംഗത്തെത്തി. എന്നാൽ ഇപ്പോഴിതാ കാലിനുണ്ടായിരുന്ന രോഗം ഭേദമായ ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടൻ സായ്കുമാർ രംഗത്തെത്തിയത്. കാലിൽ രക്തയോട്ടം കുറവായതും വൃക്കയ്ക്കുണ്ടായ അസുഖവുമായിരുന്നു തന്നെ വലച്ചിരുന്നതെന്ന് താരം പറഞ്ഞു. കാലിൻ്റെ സ്പർശനശേഷി തന്നെ നഷ്ടമായിരുന്നുവെന്നും ഒടുവിൽ ഒരു ആയുർവേദ സെൻ്ററിൽ കൃത്യമായ ചികിത്സ ലഭിച്ചതിനു ശേഷമാണ് പൂർണ്ണസുഖം പ്രാപിച്ചതെന്നും സായ്കുമാറും ബിന്ദു പണിക്കരും പറഞ്ഞു. 6 വർഷത്തിൽ കൂടുതലായി എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഒരുപാട് ആശുപത്രികളിൽ പോയി കൃത്യമായ കാരണം ആരും പറഞ്ഞില്ല. ബ്ലഡ് റീസർക്കിളിംഗ് കുറവാണ് എന്നാണ് പറയുന്നത്. അതിനൊരു പ്രതിവിധിയില്ലേ? ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ അലോപ്പതിക്കാരെ കുറ്റം പറയുകയല്ല. കുറച്ച് ഗുളിക തരും, അത് കഴിക്കും, യാതൊരു കുറവുമില്ല. തന്നതെല്ലാം ആൻറ്റിബയോട്ടിക്കായിരുന്നു. പിന്നീട് അതങ്ങ് നിർത്തി. വേദനയോട് ശരീരം മാനസികമായും ശാരീരികമായും പൊരുത്തപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് കൈപിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ആശുപത്രികളിൽ പോയി ഒരു മാറ്റവുമില്ലാതെ മടുപ്പുണ്ടായിരുന്ന സമയത്താണ് ഈ ആശുപത്രിയെ പറ്റി കേട്ടത്. എന്നാൽ ഒന്ന് വന്ന് നോക്കാം എന്ന് കരുതി. എൻ്റെ അസുഖം വളരെ പഴക്കമേറിയതായിരുന്നു. ഇപ്പോഴെങ്കിലും പ്രതിവിധി ലഭിച്ചത് നന്നായി. ഇപ്പോൾ തനിയെ നടക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. കാലിൽ തൊടുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സായ്കുമാറിന് മാത്രമല്ല ബിന്ദു പണിക്കറിനും സമാനമായ ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 17 വർഷമായി ഷുഗർ ഉണ്ടായിരുന്നുവെന്നും കാലിലെ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതെന്നുമായിരുന്നു ബിന്ദു പണിക്കരും പറഞ്ഞത്. ഷുഗർ ഉണ്ടായതിനാൽ കാലിലുണ്ടായ ഒരു മുറിവ് ഉണങ്ങാതിരുന്നതും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു എന്നായിരുന്നു ബിന്ദു പണിക്കരും സായ്കുമാറും പറഞ്ഞത്. എന്തായാലും ഇരുവരും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നത് ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചിട്ടുമുണ്ട്.